Hi friends, welcome to John Wood English. In this video, we are going to learn how to use was and were. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ is, am, are നെ പറ്റി പഠിച്ചില്ലേ? അതിന്റെ past tense ആണ് was and were. Now, this is a beginner's lesson. But even if you are at any level, you just want to review your basics. And this video is going to help you. So let's get started, friends. ആദ്യം പറഞ്ഞതുപോലെ is, am, are ന്റെ past ആണ് was by. Past എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞുപോയ ഓരോ സമയവും past ആണ്. കഴിഞ്ഞുപോയ ഓരോ മിനിറ്റും past ആയിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലേ? ഇന്നലെ, മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ആഴ്ച, ഒരു 5 കൊല്ലം മുൻപ്, everything before now is past. നമ്മൾ പാസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്സാമ്പിൾസ് പഠിക്കേണ്ടിയിരിക്കും, അല്ലെ? അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ പോവാണ്. He is at home. Today he is at home. അവൻ ഇന്ന് വീട്ടിലുണ്ട്. ഇത് നമ്മൾ പാസ്റ്റ് ആക്കാൻ പോവാണ്. He was at home. Yesterday he was at home. അവൻ ഇന്നലെ വീട്ടിലായിരുന്നു. See, is, was ആണ്, ആയിരുന്നു. അതേപോലെ തന്നെ she is a teacher. This year she is a teacher. She was a teacher. Last year she was a teacher. ഈ വർഷം അവൾ ടീച്ചർ ആകുന്നു, അല്ലെ ടീച്ചറാണ്. പക്ഷെ കഴിഞ്ഞ വർഷം അവൾ ടീച്ചർ ആയിരുന്നു, ആയിരുന്നു. I am a doctor. Today I am a doctor. But last year I was a student. ഇന്ന് ഞാൻ ഒരു ഡോക്ടറാണ്, പക്ഷേ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ഇൻ കേരള. ടുഡേ ഷീ ഈസ് ഇൻ കേരള. അവൾ ഇന്ന് കേരളത്തിലുണ്ട്. ബട്ട് യെസ്റ്റർഡേ ഷീ വാസ് ഇൻ തമിഴ്നാട്. യെസ്റ്റർഡേ ഷീ വാസ് ഇൻ തമിഴ്നാട്. ഇന്നലെ അവൾ തമിഴ്നാട്ടിലായിരുന്നു. ഇറ്റ് ഈസ് ഗുഡ് നൗ. It is good now. അതിപ്പോൾ കൊള്ളാം. But it was bad yesterday. It was really bad yesterday. അത് ഇന്നലെ വളരെ മോശമായിരുന്നു. See, ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെ? I am എന്നുള്ളത് I was I. She is എന്നുള്ളത് she was I. He is എന്നുള്ളത് he was I. It is എന്നുള്ളത് it was I. So ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റുന്നത്. അതായത് all of these am and is become was in the past. Okay, ഇനി നമുക്ക് വേർഡ് ഉപയോഗം നോക്കാം. Verb, W-E-R-E, verb, W-H-E-R-E, verb. അതിനുള്ള വ്യത്യാസം പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. They are playing. Now they are playing. അവരിപ്പോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പാസ്റ്റ് എങ്ങനെ പറയും? They were playing. They were playing. അവർ കളിക്കുകയായിരുന്നു. Example number 2. We are working. Today we are working. ഞങ്ങൾ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But yesterday we were working. ഇന്നലെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. We are here. Now we are here. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയുണ്ട്. But yesterday we were at home. But yesterday we were at home. ഇന്നലെ ഞങ്ങൾ വീട്ടിലായിരുന്നു. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. You are married. You are married. But yesterday you were single. ഇന്ന് നിങ്ങൾ കല്യാണം കഴിച്ചു, പക്ഷെ ഇന്നലെ നിങ്ങൾ സിംഗിൾ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. Now you learn here is another pattern. അതായത് are എന്നത് വേറായിട്ട് മാറി. ഒന്നുകൂടി പറയാം. am is was ആയിട്ട് മാറുന്നു and are were ആയിട്ട് മാറുന്നു. Well,
നെക്സ്റ്റ് വാസ് വെയറിന്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് കൂടി നോക്കാം. ആസ് യു ഓൾറെഡി ലേൺഡ്, ഐ, ഷീ, ഹി, ഇറ്റിന്റെ കൂടെ വാസും യു, ദേ, വിയുടെ കൂടെ വേറും യൂസ് ചെയ്യുന്നു. നമുക്ക് കുറച്ച് പോസിറ്റീവ് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഐ വാസ് അറ്റ് ഹോം, ഞാൻ വീട്ടിലായിരുന്നു. ഷീ വാസ് അറ്റ് ഹോം, അവൾ വീട്ടിലായിരുന്നു. ഹി വാസ് അറ്റ് ഹോം, അവൻ വീട്ടിലായിരുന്നു. ഇറ്റ് വാസ് അറ്റ് ഹോം, ഇറ്റ് വാസ് എന്തോ ഒരു സാധനം, അത് വീട്ടിലായിരുന്നു. യു were അറ്റ് ഓഫീസ്, നീ ഓഫീസിലായിരുന്നു. വി were അറ്റ് ഓഫീസ്, ഞങ്ങൾ ഓഫീസിലായിരുന്നു. They were അറ്റ് ഓഫീസ്, അവർ ഓഫീസിലായിരുന്നു. ഇനി നമുക്ക് വാസിന്റെയും വേറിന്റെയും കുറച്ച് നെഗറ്റീവ് സെന്റൻസ് നോക്കാം. ഈ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസിന്റെയും വേറിന്റെയും കൂടെ നോട്ട് എന്ന പദം ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് നോട്ട് അറ്റ് ദി ഓഫീസ്, ഞാൻ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. യു വെർ നോട്ട് ഇൻ ദി ക്ലാസ്, നീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേറ്റീവ് സ്പീക്കർ ഒരിക്കലും ഐ വാസ് നോട്ട് എന്ന് യൂസ് ചെയ്യില്ല. പകരം അതിന്റെ ഷോർട്ടൻ ആക്കിയിട്ട് ഐ വാസ് ഇറ്റ് അല്ലെങ്കിൽ യു വേർ ഇറ്റ് എന്ന് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ബോധമായിരിക്കണം. ഓക്കെ, വാസ് വേർ വെച്ചിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസുകൾ നോക്കിയ സ്ഥിതിക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഒന്നുമില്ല, ജസ്റ്റ് ചേഞ്ച് ദി ഓർഡർ. വാസ് ആൻഡ് വേർ സെന്റൻസിന്റെ ആദ്യം ഉപയോഗിച്ചാൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഫോർ എക്സാമ്പിൾ, വാസ് ഐ അറ്റ് ദി ക്ലാസ്? വാസ് ഹി ഓൺ ഡ്യൂട്ടി? വാസ് ഷീ in the hospital? Were we at office? Were we at home? Were they at work? ഇതിന്റെ മീനിങ് എന്താണ്? ആയിരുന്നോ, ആയിരുന്നോ, അത് തന്നെയാണ്. Was she at home? അവൾ വീട്ടിലായിരുന്നോ? Were they at office? അവർ ഓഫീസിൽ ആയിരുന്നോ? സിമ്പിൾ. വാസിന്റെയും വേറിന്റെയും ഉപയോഗം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അത് വളരെ വിശദമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാനിവിടെ സ്ക്രീനിൽ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളോട് കാണിച്ചു തരും. ഒരു പ്രാക്ടീസ് സെഷൻ കൃത്യമായിട്ട് നിങ്ങൾ പൂരിപ്പിക്കുക. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെഷനാണ്. ഇതിലൂടെ നിങ്ങൾ കൂടുതലായിട്ട് വാസിന്റെ വേറിന്റെ ഉപയോഗം പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ 1, മിസ്റ്റർ ജാക്ക് ഡാഷ് അറ്റ് ദ മീറ്റിംഗ്. നമ്പർ 2, ഇറ്റ് ഡാഷ് raining heavily. Those chapters dash very boring. The shop dash closed. They dash thirsty. I dash hungry. Dash, you late? Yes, of course, it's a question. Dash, you late? Smita dash in Delhi. നിങ്ങളിപ്പോൾ നിരവധി സെന്റൻസുകൾ കിട്ടിക്കഴിഞ്ഞു. അത് നിങ്ങൾ ആൻസർ ചെയ്യുക. കൂടാതെ അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കുക, അതിനെ ക്വസ്റ്റ്യൻസ് ആക്കുക. എന്നിട്ട് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. സോ ഗൈസ്, I hope you enjoyed this session. So see you in next video. Until then, bye.